ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, നമ്മുടെ പൊതുവെ ലേഡീസിന് ബേസിക്കായിട്ട് ആവശ്യമായിട്ടുള്ള 3 ടൈപ്പ് ബ്രാ ഏതൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു കടയിൽ പോകുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൽ നമ്മൾ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് ഈ ബ്രായുടെ ഉപയോഗം, ഇത് ഉപയോഗിക്കേണ്ടത് ഇന്നവരൊക്കെയാണ്, ഈ സൈസിലുള്ളവർക്ക് ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും, ഫിറ്റായിരിക്കും, അങ്ങനെയുള്ളതൊക്കെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് വീഡിയോ നോക്കാം കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കുന്നത് എല്ലാതും ഷയ്യവേന്നാണ് കേട്ടോ. ഷയ്യവേന്നാണ് നമ്മൾ എല്ലാ പ്രോഡക്ട്സും നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഈ ബ്രായൊക്കെയും ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 എണ്ണമാണ് വാങ്ങിയിട്ടുള്ളത്. 3 എണ്ണം ഫ്രീ ആയിരുന്നു. 3 എണ്ണം നമ്മൾ ഫ്രീ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ വിചാരിക്കും കണ്ടത് മുഴുവനും ഫ്രീ ആയിട്ട് കിട്ടുക, അങ്ങനെയല്ല. നമുക്ക് ചൂസ് ചെയ്യാം, നമുക്ക് ഏതാണോ വേണ്ടത് എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ സൈസിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇനി സൈസ് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, അവിടെ സൈസ് കാൽക്കുലേറ്റർ ഉണ്ട്. ഞാൻ വാങ്ങിച്ച സൈസ് എന്ന് പറയുന്നത്, എൻ്റെ സൈസ് എന്ന് പറയുന്നത് 36B ആണ് കേട്ടോ. 36B എന്ന് പറയുന്നത്, 36 എന്ന് പറയുന്നത് നമ്മുടെ ബാൻഡ്, ഇവിടെ നമ്മൾ ബാൻഡ് കെട്ടും, ഇങ്ങനെ ഇതുമില്ലേ നമ്മുടെ ബാൻഡ് താഴെ, അതായത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ ബാൻഡ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഈ സംഭവം ഇതേ കണ്ടോ, ഈ സാധനത്തിന് പറയുന്നതാണ് ഈ ബാൻഡ്. ഈ ബാൻഡ് സൈസ് 36 ആണ്. അതായത് പൊതുവെ എൻ്റെ ഷോൾഡർ ഈ ബാക്ക് വശം കുറച്ച് വലുതുമാണ്. കപ്പ് സൈസ് B ആണ്. B എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് തുടക്കത്തിലുള്ളത്, അതായത് കപ്പ് സൈസ് B ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ സൈസ് 36B ആണ് എല്ലാം ഞാൻ മേടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് നമ്മളൊരു വെബ്സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ കടയിൽ പോവുകയാണെന്നുണ്ടെങ്കിലോ നമ്മൾ ബേസിക്കായിട്ടും വാങ്ങിയിരിക്കേണ്ട ബ്രാ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ബ്രാല് 2 ടൈപ്പാണ്, പാഡുള്ളത്, പാഡില്ലാത്തത്. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളത്, ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു പാഡ് ഇല്ലാത്ത ബ്രായാണ് കേട്ടോ. ഈ ഷയ്യവയുടെ 3ാമത്തെ ടൈമാണ് ഞാൻ ഇവരുടെ ഈ ഒരു ബ്രാ വാങ്ങിക്കുന്നത്. അതായത് ഈ ഒരു പാഡില്ലാത്ത എവറിഡേ വെയർ ബ്രാ എന്നാണ് ഇതിന് പേര്. ഇതിൻ്റെ 3ാമത്തെ കളറാണ്. ഒന്നൊരു പിങ്ക് ഉണ്ട്, ഒരു ബ്ലൂ പോലത്തെ ഒരു കളറുണ്ട്, അങ്ങനത്തെ 3 എണ്ണം. ഇത് 3ാമത്തെ കളറാണ്. ഈ ഒരു സ്കിൻ എന്താ പറയുക, ബീച്ച് കളർ പോലത്തെ ഒരു കളറാണ് ഞാൻ ചൂസ് ചെയ്തത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, ഞാൻ വേറൊരു മേടിച്ചിട്ടുണ്ട് കേട്ടോ, എവറിഡേ. ഇത് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ബ്രായാണ്. ഇതിലങ്ങനെ നമ്മളിപ്പോൾ എന്താ പറയുക, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ വീട്ടിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇത് ധാരാളമാണ്. നമ്മൾ ടീഷർട്ടിൻ്റെ ഇടയിലോ രാത്രിയൊക്കെ നമ്മൾ കിടക്കുമ്പോൾ ഇങ്ങനത്തെ ടൈപ്പിലുള്ള ബ്രാ യൂസ് ചെയ്യണമെന്നാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഈ ഒരു ടൈപ്പ് ഉണ്ടല്ലോ, ഈ എവറിഡേ വെയറിൽ, അതായത് പാഡില്ലാത്ത, ഞാൻ എസ്പെഷ്യലി ഈ കാണിക്കുന്നത് നമുക്ക് നല്ല, അതായത് നമ്മുടെ സൈസ്, അതായത് ഹെവി ബ്രസ്റ്റ് ഉള്ളവർക്കും അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഇങ്ങനെ കുറച്ച് സാഗി ആയിട്ടുള്ളവർക്കൊക്കെ കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രായാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ബ്രാ എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങളിത് വാങ്ങിക്കഴിഞ്ഞതിന് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കംഫർട്ട് മനസ്സിലാവും. എന്താ ഇത് പറയാൻ കാരണം എന്താണെന്നറിയോ, ഇത് കണ്ടോ, ഇതിൽ ഒരു 3-4 ലെയർ ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ നിപ്പിൾ ഷോ ഒന്നും ഉണ്ടാവില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഞാൻ നോർമൽ ടോപ്പിൻ്റെ കൂടെയൊക്കെ ഇട്ട് പോയാലും ഒന്നും ഒരു കുഴപ്പമില്ല, ഭയങ്കര കംഫർട്ടബിളാണ്, അങ്ങനത്തെ ഒരു പ്രശ്നവും നമുക്ക് ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു വാങ്ങിക്കഴിഞ്ഞാൽ 100% നിങ്ങൾ കംഫർട്ടബിൾ ആയിരിക്കും. അതേപോലെ തന്നെ സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നുന്ന ഒരു ബ്രായാണ് ഇത് എൻ്റെ ഫേവററ്റാണ്. ഞാൻ ഇതിൻ്റെ കോഡൊക്കെ ഞാൻ അവിടെ താഴെ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് അത് വെച്ചിട്ട് നിങ്ങൾ എന്തായാലും 2 എണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ 3 എണ്ണം ഫ്രീ ആണ്. അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട. ഇത് തന്നെ ഇതിൻ്റെ പല കളറുകളും ഉണ്ട്, അങ്ങനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു നമ്മൾ വീട്ടിലിടാൻ വേണ്ടിയിട്ട് മേടിക്കുന്നതാണ്. ഇത് ഞാൻ പുറത്ത് പോകുമ്പോഴും ഇടും, നമ്മൾ സാധാരണ ടോപ്പിൻ്റെ കൂടെ ഒക്കെ ഇടുന്നതാണിത്. ഇതിന് കുറച്ചും കൂടി പ്രൈസ് കൂടുതലാണ്, പക്ഷെ എന്നാലും വെർത്ത് എന്ന് പറഞ്ഞാൽ വെർത്താണ്. അപ്പോൾ ഇതാണ് അടുത്തത് കേട്ടോ. നമ്മൾ സാധാരണ ബ്രായാണ്, എന്താ പറയുക, നമ്മൾ ഒന്നും ഇപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ നോക്കൂല, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള എവറിഡേ വെയർ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രായാണ് ഇത്. നമുക്കപ്പോൾ ഒരു ടൈപ്പ് ബ്രാ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും, എവറിഡേ വെയർ വിത്തൗട്ട് പാഡ്, അതായത് പാഡ്ലെസ് ആയിട്ട്, എന്താ പറയുക, പാഡഡ് അല്ലാത്തത്, ഓക്കെ, നോൺ പാഡഡ്, ഓക്കെ. ആ ഒരു ടൈപ്പാണ് നമ്മുടെ കയ്യിൽ എന്തായാലും വാങ്ങിയിരിക്കേണ്ട ഒരു ടൈപ്പ് കേട്ടോ. അടുത്ത ബ്രാ എന്ന് പറയുന്നത് ഈ ഒരു ബ്രായാണ് കേട്ടോ. അതായത് പാഡഡ് ബ്രാ, ഹെവി പാഡഡ് അല്ല, നോർമൽ ഒരു എന്താ പറയുക, ചെറിയ തിന്നായിട്ടുള്ള പാഡഡ് ബ്രാ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിരിക്കും. ടീഷർട്ടിൻ്റെ കൂടെയൊക്കെ നമ്മൾ ഇടുമ്പോൾ ആ ഒരു വൃത്തികേട് ഉണ്ടാവില്ല. ചിലതൊക്കെ കണ്ടിട്ടില്ല, നമ്മളിങ്ങനെ ഫുള്ള് അതിൻ്റെ ലൈനുകളും ഒക്കെ കാണാൻ പറ്റും. അങ്ങനത്തെ അല്ലാണ്ട് നോർമൽ പാഡഡ് ബ്രാ. ശ്രദ്ധിക്കേണ്ട കാര്യം,
ഈ ഒരു ടൈപ്പ്, അതായത് ഇതിൽ ഞാൻ വയേർഡ് അല്ല കേട്ടോ, ചിലതുകളുണ്ട് വയേർഡ്, അത് നിങ്ങൾ വാങ്ങിക്കാം. അതിൻ്റെ യൂസ് എന്താണെന്നുള്ളത് ഞാൻ ഇപ്പോൾ കാണിക്കാം. ഇത് ഞാൻ വയേർഡ് ബ്രാ അല്ല, നോർമൽ പാഡഡ് ബ്രാ. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഇതും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള തിന്നായിട്ടുള്ള പാഡായിട്ടുള്ള ഒരു ബ്രായാണ് കേട്ടോ. ഇത് നമുക്ക് പുറമെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ബീച്ച് ഒരു ഇതൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിലും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, നോർമൽ പാഡഡ് ബ്രാ ടീഷർട്ടിൻ്റെ കൂടെ ഇടാൻ വളരെ പെർഫെക്റ്റ് ആണ് ഈ ഒരു ബ്രാ കേട്ടോ. അടുത്തൊരു ടൈപ്പ് ബ്രാ എന്ന് പറയുന്നതാണ് നമ്മുടെ അണ്ടർ വയേർഡ് ബ്രാ. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ബ്രായാണ് കേട്ടോ. അതായത് നിങ്ങൾ ഒന്നുമല്ല സംഭവം, നമ്മളുടെ ഈ ഒരു കപ്പ് കണ്ടോ, ഇങ്ങനൊരു സംഭവം, അതിൻ്റെ അടിയിൽ കണ്ടോ ഒരു വയറ് പോലൊരു സാധനം കൊടുത്തിട്ടുണ്ട് കണ്ടോ, ഇങ്ങനെ ഒരു സംഭവം. അതായത് നമ്മുടെ ബ്രസ്റ്റ് നമുക്കൊന്ന് കുറച്ചൊന്ന് നമ്മൾ ഷേപ്പിൽ പെർഫെക്റ്റ് ഫിറ്റായിട്ട് ഇരിക്കണം. നിങ്ങൾക്ക് നമുക്കൊന്ന് കാണുമ്പോൾ നല്ല എന്താ പറയുക, ഏത് ഡ്രസ്സ് ഇട്ടാലും പെർഫെക്റ്റ് ആയിട്ട് ഫിറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇടേണ്ട ഒരു ബ്രായാണ് ഈ ഒരു അണ്ടർ വയേർഡ് ബ്രാ കേട്ടോ. അതിൻ്റെ ഞാൻ 3 വാങ്ങിയിട്ടുണ്ട്. ഇത് രണ്ടും സെയിം, ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഈ ഒരു ബ്രൗൺ ഒരു വൈൻ കളറ്, സോറി കണ്ടോ, ഇതും അണ്ടർ വയേർഡ് ബ്രായാണ്. ഒരു തിന്നായിട്ടുള്ള കണ്ടോ, ഈ ഒരു തിന്നായിട്ടുള്ള ഒരു പാഡാണ്. അങ്ങനെ വലിയ നമുക്ക് എന്താ പറയുക, ഭയങ്കര ഹെവി ആയിട്ടൊന്നും ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ആർഭാടായിട്ട് തോന്നില്ല. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ചിലതൊക്കെ ഭയങ്കര കംഫർട്ടബിൾ അല്ലാത്ത പോലെ തോന്നില്ല. ഇത് അങ്ങനെയല്ല, അത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു തിന്നായിട്ടുള്ളൊരു എന്താ പറയുക പാഡാണ്. അതുകൊണ്ട് നമുക്ക് ഇടുമ്പോൾ സുഖമാണ്. പിന്നെ ഇതിൻ്റെ അടിയിൽ കണ്ടോ ഈ ഒരു വയറുള്ള കാരണം നമുക്ക് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്ന് അയഞ്ഞതാണ്, നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ അല്ല ചില ഡ്രസ്സിലൊന്നും നമുക്ക് ഇടുമ്പോൾ. ഈ നമ്മുടെ സാധാരണ ബ്രായൊന്നും ഇട്ട് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഡ്രസ്സിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഭംഗി കിട്ടില്ല. പക്ഷെ നമ്മൾ ഇങ്ങനത്തെ ബ്രായൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഷേപ്പിൽ കംഫർട്ടബിൾ ആയിട്ട് നല്ല, അതായത് നമുക്കിങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്തിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രായാണ് ഈ അണ്ടർ വയേർഡ് ബ്രാ. ഞാൻ 3 ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഈ ഒരു പിങ്ക് കളർ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതല്ല ഇത് നോക്ക്, നല്ല രസമുണ്ട്. ഇത് പെർഫെക്റ്റ് ആണ് കേട്ടോ. ഇതെന്താ അറിയോ, ഇതിൻ്റെ ഗുണം എന്താ അറിയോ, ഇതും ഈ ഒരു പാറ്റേണും ആ ഒരു പാറ്റേണും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. എന്താ അറിയോ, ഈ ലേസ് അല്ല കേട്ടോ, ലേസിൻ്റെ അല്ല, ഈ ഒരു ഇതുണ്ടല്ലോ, ഇതെന്താ ഗുണം എന്നറിയോ, ഇതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമ്മൾ പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു പാറ്റേൺ ആണ്. നിങ്ങളിത് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ആ പാറ്റേണും ഈ പാറ്റേണും തമ്മിലുള്ള വ്യത്യാസം. ഇത് കുറച്ചൊരു ചെറിയ, അതായത് ഒരു ബി സൈസൊക്കെ ഉണ്ടല്ലോ, കപ്പ് സൈസ് കുറവുള്ളവർക്ക്, അതായത് ബ്രസ്റ്റ് സൈസ് കുറവുള്ളവർക്ക് ഇത് ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ടിരിക്കും. മറ്റുള്ളവർക്ക് കുറച്ചും കൂടി എന്ന് വെച്ചാൽ ഇങ്ങനെ കയറിയിരിക്കും. അതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുക, കുറച്ച് സൈസ് കുറവുള്ളവർക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ വയേർഡ് ബ്രാട്ടോ. ഇനി ഇതല്ലാണ്ട് ഞാൻ വേറൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഒരുപാട് റിവ്യൂസ് കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ ഷയ്യവിൽ നോക്കിയപ്പോൾ ഈ സാധനം ഉണ്ടായിരുന്നു. ഇതിന് അത്ര എനിക്ക് ശരിക്കും ഓർമ്മയില്ല, ഞാൻ എല്ലാത്തിനും ലിങ്ക് കൊടുക്കാം കേട്ടോ. ഈ ഇതിലുണ്ടല്ലോ, നമുക്ക് വാഷിംഗ് മെഷീനിലൊക്കെ നമുക്ക് ഈ ബ്രായൊക്കെ ഇട്ട് കഴുകണ സമയത്ത് നമുക്ക് എന്താ പറയുക, ഇതിലിട്ടിട്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ സാധനം നാശാവില്ല. കണ്ടോ, ഇത് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ വാഷിംഗ് മെഷീനിൽ ഇത് അടച്ച് നമുക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കഴുകാൻ വേണ്ടിയിട്ട്, വാഷിംഗ് മെഷീനിലിട്ട് നാശാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എന്തായാലും ഇത് കൊള്ളാം. അടുത്തത് ഞാൻ ഈ ഒരു നൈറ്റ് ഡ്രസ്സ് പോലത്തെ ഒരു സംഭവമാണ് മേടിച്ചത് കേട്ടോ. ഇത് ഷോർട്ടാണ് കേട്ടോ, ഇത് ഒരു ട്രൗസറും ടീഷർട്ടും ആണ്. അപ്പോൾ ഇത് നല്ല കംഫർട്ടബിൾ ആണ്, നല്ല എന്താ പറയുക, നല്ല രസമുണ്ട് കാണാനും വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. പിന്നെ എൻ്റെ കൂപ്പൺ കോഡ് ഞാൻ നിങ്ങൾക്ക് കൊടുക്കാം. അതിൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് നിങ്ങൾക്ക്. എന്താ പറയുക, നിങ്ങൾ ഈ ഒരു buy 2 get 3 അല്ലാണ്ട് ദീപാവലി സെയിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ ഷയ്യവേൽ. അതും അല്ലാണ്ട് നിങ്ങൾക്ക് ഈ ഒരു ബ്യൂട്ടി കോഡ് വെച്ച് BEAUTY200 എന്ന് പറഞ്ഞിട്ടുള്ള കോഡ് വെച്ച് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 200 rupees എക്സ്ട്രാ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ട്. അങ്ങനെ പോക ഓഫറാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഓഫറിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടും. ഒരുപാട് ഈ ഇതുപോലത്തെ ഇന്നർ വെയർ, അതേപോലെ തന്നെ പാൻറ്റീസ്, ഷേപ്പ് വെയർ, പീരീഡ്സ് പാൻറ്റി, നൈറ്റ് ഡ്രസ്സ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ക്വാളിറ്റിയുടെ കാര്യത്തിൽ 100% ഷുവറാണ് കേട്ടോ. ഞാൻ ഒരുപാട് കാലം യൂസ് ചെയ്ത ആളായിട്ടുണ്ട് പറയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്ത വീഡിയോ കൂടി കാണാം.